രാകേഷേ എല്ലാം നടപടിയാകുന്ന കാര്യമാണോ? നടക്കത്തില്ലേ? ആ മര്യാദക്ക് എനിക്ക് ഷീറ്റ് കട്ട് ചെയ്ത് തന്നു കേട്ടല്ലോ. നീ പ്രോയേ, നീ പണിക്കാരനെ കേട്ടോ. വരച്ച് കട്ടിയോ അതിനൊക്കെ? അല്ല അങ്ങനല്ലേ ചോദിച്ചേ, നൈഫിന് വരച്ച് കട്ടിയാവുന്നു. പൊടിയും, പക്ഷെ ഇത് ഇച്ചിരി ടാസ്ക്കാണ് ഈ ഷീറ്റ്. അല്ല മൊത്തം പൊടിയാവുന്നേ ഉള്ളൂ, സാരമില്ല. എന്തായാലും പൊടിയായി, അത് പിന്നെ കുഴപ്പമില്ല. നീ ഭയങ്കരமான ആളാ, നീ വലിയ പുള്ളിയാ കേട്ടോ. നീ ആരും അടുത്ത് വന്ന് നിൽക്കുന്നില്ല. നീ മര്യാദയ്ക്ക് കട്ട് ചെയ്ത് എനിക്ക് കറക്റ്റ് അളവിനുള്ള സാധനം എനിക്ക് കിട്ടിയാൽ മതി. ഒരു നൂല് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കട്ടിങ് ആണ് ഇത് ഭയങ്കര പ്രോസസ്സാണല്ലോ. ഇതങ്ങനെ പറഞ്ഞത് വേറെ കട്ടി എങ്ങനെയൊക്കെ നല്ല നൈസിന് വരച്ച് അടിക്കുന്നു. അപ്പൊ പിന്നെ പോടാ, അടിച്ചിട്ട് പോടാ. ഞാൻ ലൊക്കേഷൻ ഇട്ട് ഇറങ്ങി അങ്ങോട്ട് നോക്കൂ. പിന്നെ ക്യാമറ കാണുന്ന എങ്ങനെയാണ് അതിൻ്റെ കൈ വിറയ്ക്കുന്നത്? അല്ലാതെ എനിക്ക് പോകണ്ടാന്ന് തോണ്ടി നടക്കാമല്ലോ. മര്യാദയ്ക്ക് ചെയ്തോണ്ട് വാ. വിളിച്ചോ, നീ വിളിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നീ എന്താ വേണേലും പറഞ്ഞു. ആ നീ ശരിയല്ലെന്ന് എനിക്കറിയാം. നീ പറഞ്ഞു തന്ന എല്ലാം ചെയ്യുമെന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ രാകേഷ്? അത് ഇതിനകത്ത് തട്ടുണ്ട് ബാക്കി. അതെങ്ങനെ ചെയ്യുന്നത്? നീ സുന്ദരനാ, നീ നോക്കണ്ട. നീ സുന്ദരനാന്ന് പറഞ്ഞല്ലോ. നീ പൂക്കി രാകേഷ്. നോക്കടാ. എന്തോടാ കാപ്പി വന്നപ്പോഴത്തേക്ക് നിനക്ക് പണിയാ? നീ മൂത്തോ? നീ തനി മലയാളിയായി തോന്നുന്നു. ശരിയല്ല രാകേഷേ, ഇത് ശരിയല്ല. ആ കാപ്പി വിടുവാട്ടാ രാകേഷേ, വാ. ഞാൻ പറയല്ലോ, നിന്നെ പോലൊരു അറിവായി വേറില്ല. ഓ കാപ്പി കുടിക്കാൻ ശരിയാത്തില്ല അല്ലേ? ഇതിൻ്റെ നോക്കിയാൽ പറയാം. സുന്ദരനല്ലേ? ആ വള്ളംകുളങ്ങര വലിയ സുന്ദരനാണ്. വെള്ളംകുളങ്ങരയായിരുന്നു. എല്ലാവരും വെള്ളം അടിച്ച് നടക്കുന്നുണ്ടല്ലേ? അതെന്നാ പറയാ, എല്ലാവരും